മൊഹീദ്ദീൻ ഷെയ്ഖ് എവിടുന്ന് പഠിച്ചാലും കേൾക്കും, ഏതു ഭാഷയിൽ. നമ്മൾ മൊഹീദ്ദീൻ ഷെയ്ഖ് ബഗ്ദാദുകാരനാണല്ലോ, അപ്പൊ നമ്മൾ വിചാരം അറബിയിൽ വിളിച്ചാൽ മാത്രമേ കേൾക്കുള്ളൂ എന്നല്ല. നമ്മളെ കേരളത്തിൽ നിന്ന് മലയാളത്തിൽ വിളിച്ചാൽ മലയാളത്തിൽ കേൾക്കും. കേരളത്തിൽ നിന്ന് ഇങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് കാസർഗോഡ് കഴിഞ്ഞ് മംഗലാപുരം, കാസർഗോഡിന്റെ ഇടയിൽ കുറച്ച് സ്ഥലമുണ്ട്, ബ്യാരി എന്നാണ് അവിടുത്തെ ഭാഷ. ബ്യാരിയിൽ വിളിച്ചാൽ അവിടെ നിന്ന് കേൾക്കും. കുറച്ചും കൂടെ പോയി കർണാടക എത്തിയാൽ കന്നഡയിൽ കേൾക്കും. തമിഴ്നാട്ടിലെത്തിയാൽ നമ്മുടെ അണ്ണന്മാരുടെ ഭാഷയിൽ തമിഴിൽ കേൾക്കും. ഏതു ഭാഷയിൽ വിളിച്ചാലും മൊഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി കേൾക്കുന്ന, ഉത്തരം നൽകുന്ന പടച്ച റബ്ബിന്റെ മാത്രം പ്രത്യേകത സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുകയാണ്. ഈ സൃഷ്ടികളോടും മൊഹീദ്ദീൻ ഷെയ്ഖിനോടും റിഫായി ഷെയ്ഖിനോടും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടും തെറ്റുകൾ ഏറ്റുപറയാൻ ഇൻഷാ അല്ലാഹ് നമുക്ക് കേൾക്കാം. കത്താതെ തങ്ങളെ കണ്ണു വെച്ചു കൊടുത്ത തങ്ങള്, കത്താതെ തങ്ങളെ കണ്ണു വെച്ചു കൊടുത്ത തങ്ങള്, കയ്യിൽ നിന്ന് വെള്ളം കൊടുത്ത തങ്ങള്, പൂർണ്ണചന്ദ്രൻ 2 പളർപ്പാക്കിയ തങ്ങള്, ഇത്രയോ മുഅ്ജിസത്ത് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട തങ്ങള്, ലോകത്തിന് റഹ്മത്തായി വന്ന തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, റഊഫായ തങ്ങള്, സാധുക്കളാണ് തങ്ങള്, സാധുക്കളാണ് തങ്ങള്, കൈവടിയല്ല തങ്ങള്, സാധുക്കളാണ് തങ്ങള്, രക്ഷിക്കണതങ്ങള്, നിങ്ങളെ രക്ഷിക്കണതങ്ങള്, നിങ്ങളെ രക്ഷിക്കണതങ്ങള്, അത് വലിയ വളർമയുള്ള തങ്ങള്, സ്നേഹിച്ച തങ്ങള്, ഔദാര്യപടയ തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങള്, ഹൃദയതങ്ങള്, അവരുടെ തങ്ങള്, അവിടത്തേക്ക് വേണ്ടിയാണ് ലോകത്തെ അല്ലാഹു പടച്ച തങ്ങള്. സാധുക്കളാണ് തങ്ങള്, നിങ്ങളെ കൈവടിയല്ല തങ്ങള്, ആദികളാണ് തങ്ങള്, ദോഷികളാണ് തങ്ങള്, രക്ഷപ്പെടുത്തല തങ്ങള്. സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുത്ത തങ്ങളെ ഞങ്ങളുടെ പാപം കൊടുക്കണം. അല്ലാ എന്ന ഒരു വചനം, ഒരു വചനം എന്തൊക്കെ വിഷയങ്ങളിൽ ചോദിച്ചു. പടച്ച റബ്ബിനോട് ഒന്നും എന്തൊരു വാശി പോലെയാണ്. തങ്ങളെ തങ്ങളെ ഞങ്ങളെ കാത്തോളുന്ന തങ്ങളെ. ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഈ രൂപത്തിൽ മരണപ്പെട്ട് കിടക്കുന്ന അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാർ, സ്വലിഹീങ്ങൾ, ശുഹദാക്കൾ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളവരെ വിളിച്ചാൽ, മരണപ്പെട്ടവരെ വിളിച്ചാൽ, ഈ രൂപത്തിൽ ഖബറിൽ കിടക്കുന്നവരെ വിളിച്ചാൽ, അല്ലെ ഇവിടെ ഉണ്ടല്ലോ ഇടിയങ്ങൾ തങ്ങൾ, ആ തങ്ങളെ വിളിച്ചാൽ, ശൈഖ് പള്ളി കിടക്കുന്ന തങ്ങളെ വിളിച്ചാൽ, കോഴിക്കോട് ജില്ലയിലെ ഏതു തങ്ങന്മാരെ വിളിച്ചാലും, ലോകത്ത് മരണപ്പെട്ട ആരെ വിളിച്ചാലും, നിങ്ങളവരെ വിളിച്ചാൽ നിങ്ങളുടെ വിളി അവർ കേൾക്കില്ല. ഇനി കേട്ടെന്നു സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബൂലക്കും അവർക്ക് ഉത്തരം ചെയ്യാൻ സാധ്യമല്ല. നാളെ പരലോകത്തിൽ നിങ്ങൾ വിളിച്ച ആ വിളി ഏത് വിളിയാണ്? വെറുതെ ഒരു വിളിയല്ല. ആ വിളിയെ പറ്റി ഖുർആൻ പറയാണ് ശിർക്കിക്കും. ആ വിളി അങ്ങനെ ശിർക്കാവും മൗലവി? നിങ്ങൾക്ക് മാത്രമേ ശിർക്കുള്ളൂ? അല്ല, ഖുർആൻ അല്ലാഹു പഠിപ്പിക്കാൻ ആ വിളി ഏതാണ്? ശിർക്കാണ്. ശിർക്കിക്കും, നിങ്ങൾ വിളിച്ച ആ വിളി, ആ ശിർക്ക്, ആ ശിർക്കിനെ തൊട്ട് അവരെ നിഷേധിക്കും. ഈ വിളിച്ച തങ്ങളും മൊഹീദ്ദീൻ ഷെയ്ഖും റിഫായി ഷെയ്ഖൊക്കെ നാളെ പരലോകത്ത് വരും. ഈ വിളിക്കപ്പെട്ട ആളുകളെല്ലാം വരും. അപ്പൊ അവരോട് ചോദിക്കും, അല്ലാഹു മൊഹീദ്ദീൻ ഷെയ്ഖിനോട് ചോദിക്കും, നിങ്ങളെ വിളിക്കാം ഇവരോട് നിങ്ങൾ പറഞ്ഞിരുന്നോ? ഈ 100ാം വാർഷികം ആഘോഷിക്കുന്ന സമസ്തക്കാരോട് നിങ്ങൾ പറഞ്ഞിരുന്നോ? മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ, ഇവിടുത്തെ സമസ്തക്കാരോട്, ഇവിടുത്തെ ത്വരീഖത്തിന്റെ ആളുകളോട് നിങ്ങൾ പറഞ്ഞിരുന്നോ നിങ്ങൾ വിളിക്കാൻ? അവിടെ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ വിളിച്ച ആ ശിർക്കിനെ തൊട്ട്, ആ വിളിയെ തൊട്ട് അവരെല്ലാം നിഷേധിക്കുകയും ചെയ്യുന്ന, ഈ രൂപത്തിൽ വിളിച്ചാൽ കേൾക്കാത്ത, ഇനി കേട്ടാൽ തന്നെ ഉത്തരം ചെയ്യാത്ത, ഈ രൂപത്തിൽ വളരെ ദുർബലരായി ഇത്തരം ആളുകളെ വിളിക്കുന്ന ഈ രൂപത്തിലുള്ള അവസ്ഥകളെ നമ്മൾ കാണുകയാണ്. മാത്രമല്ല, അതിങ്ങനെ പറഞ്ഞു ഇത് റസൂലുള്ളാഹിനോടാണെങ്കിൽ, നമ്മൾ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. കോഴിക്കോട് ജില്ലയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട്. കോഴിക്കോട് ജില്ലയും കേരളവും ഇന്ത്യയും ഏഷ്യയും 7 ഭൂഖണ്ഡങ്ങളും ലോകം മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു വലിയ കോഴിക്കോട് ജില്ലക്കാരനാണ്. ആ ക്രെഡിറ്റ് നിങ്ങളെ ജില്ലക്ക് മാത്രമുള്ളതാണ്. കോഴിക്കോട് ജില്ല മുഴുവനും നിയന്ത്രിക്കുന്ന ഒരു ശൈഖുണ്ട്. ഇതേ രൂപത്തിൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ചെറിയ കുട്ടികളോട് പോലും ഇവിടെ ദർസയിൽ പഠിക്കുന്ന നിഷ്കളങ്കരായ, ഫിത്രത്ത് ഏറ്റവും നല്ല രൂപത്തിൽ ശുദ്ധ ഹൃദയത്തോടുകൂടി, ശുദ്ധ മനസ്സോടുകൂടി പറന്നു വീണ് മതവിദ്യാഭ്യാസത്തിന് വേണ്ടി ദർസകളിൽ പോയി പഠിക്കുന്ന വിദ്യാർത്ഥികളോട് പോലും, മതം പഠിക്കുന്ന ആ പ്രിയപ്പെട്ട നല്ല രൂപത്തിൽ വളർന്നു വരേണ്ട പുതിയ തലമുറയോട് പോലും ഈ ശിർക്കിന്റെ വചനങ്ങൾ ആവർത്തിച്ച് ചൊല്ലിപ്പിക്കുന്ന ഒരു മുസ്ലിം. ഉങ്ങൾ തുണയല്ലാതൊരു തണലും
കാക്കണം ഞങ്ങളുടെ ശൈഖോരേ, നോക്കണം ഞങ്ങളുടെ മടവൂരേ. ഉങ്ങളെ തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ലൻ പൂങ്കവരേ. ക്ലിയറാവാത്തോണ്ടാ ഞാൻ പാടിത്തന്നത്. ഇത് നിങ്ങൾ ആലോചിക്കേണ്ടത്, നല്ല തലകെട്ടിട്ട് ഒരു വടിയും പച്ച ഷോൾ വെച്ച ആ ഉസ്താദ് ചെല്ലുന്നത് അല്ലെ, മുഹ്മാഫി അവരെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് പിന്നിലിരിക്കുന്ന ശുദ്ധ ഹൃദയരായ ദീൻ പഠിക്കാൻ വേണ്ടി കടന്നു ചെന്ന ഉന്നതമായ നിയ്യത്തോടു കൂടി ഖുർആനും സുന്നത്തും പഠിക്കണമെന്നും ഈ ദീനീ പ്രബോധന രംഗത്ത് സജീവമാവണമെന്നും നിയ്യത്തെടുത്തും ദറസിലേക്ക് പഠിക്കാൻ വന്ന കുട്ടികളെ ഇരുത്തി ചൊല്ലിപ്പിക്കൽ. കാക്കണം ഞങ്ങളുടെ ശൈഖോരേ, ഞങ്ങളെ കാക്കണം കേട്ടോ, നോക്കണം ഞങ്ങളുടെ മടവൂരേ, നോക്കണം കേട്ടോ എന്ന് പറഞ്ഞ് മടവൂരിന്റെ പേര് പറഞ്ഞ് ഈ രൂപത്തിൽ ശിർക്ക് പഠിപ്പിക്കാൻ ചൊല്ലി പഠിപ്പിക്കുകയാണ്. ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാല റബ്ബുകും ഉദ്ഊനി യസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറയുന്നു, നിങ്ങൾ എന്നെ വിളിക്കൂ, ഉദ്ഊനി നിങ്ങൾ എന്നെ വിളിക്കൂ, വസ്തജിബ് ലക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എന്നെ ആരാധിക്കുന്ന വിഷയത്തിൽ ആരെങ്കിലും അഹംഭാവം കാണിച്ചാൽ, അല്ലാഹുവേ എന്ന് വിളിക്കേണ്ട സ്ഥാനത്ത് കാക്കണം ഞങ്ങളുടെ ശൈഖോരേ എന്നാണ് നിങ്ങൾ വിളിക്കുന്നതെങ്കിൽ, എന്നെ ആരാധിക്കുന്ന വിഷയത്തിൽ ആരെങ്കിലും അഹംഭാവം കാണിച്ചാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിലീൻ, തീർച്ചയായും അവന്റെ നാളെ പരലോകത്ത് വിചാരണയ്ക്ക് ശേഷം അവന്റെ സങ്കേതം നരകമായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഗാഫിറിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയം പഠിപ്പിക്കാൻ. ഈ രൂപത്തിൽ മുൻകഴിഞ്ഞു പോയ ആളുകളോട്, നമുക്കിടയിൽ ജീവിച്ച കേവലം നമ്മെപ്പോലെയുള്ള ആളുകളോട് മരണത്തിന് ശേഷം വിലായത്ത് എന്ന് പറയുന്ന പേരിൽ, കറാമത്ത് എന്ന് പറയുന്ന പേരിൽ തേടുകയാണ്. ഇത് മാത്രമല്ല, നമ്മുടെ ചെറിയ കുട്ടികളോട് ആരാണ് ആകാശത്ത് നിന്ന് മഴ പെയ്യിപ്പിക്കുന്നത് ചോദിച്ചാൽ ചെറിയ കുട്ടികളടക്കം പറയും അല്ലാഹുവാണ്, അള്ളയാണ് മഴ പെയ്യിപ്പിക്കുന്നത്. എന്നാൽ മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ കാണാം, യാ ഖുതുബ അഹ്ലിസ് സമാ വൽ അർളി ഔഫഹുമാ യാ ഫൈള ഐനൈ വുജൂദൈഹിം വഗൈഥഹുമാ. യാ ഖുതുബ അഹ്ലിസ് സമാ, ആകാശത്തിന്റെ പ്രധാനിയായ ശൈഖേ, വൽ അർളി ഔഫഹുമാ, ഭൂമിയുടെയും പ്രധാനിയായ ശൈഖേ, ഖുതുബായ ശൈഖേ, യാ ഫൈള ഐനൈ വുജൂദ്, ആകാശത്ത് നിന്ന് മഴ പെയ്യിപ്പിക്കുന്ന ശൈഖേ, ദൈഹിം വഗൈഥഹുമാ, അങ്ങനെ മഴ പെയ്യിപ്പിച്ച് ഭൂമിയിലൂടെ ഒഴുകുന്ന നദിയെ, പുഴയെ നിയന്ത്രിക്കുന്ന ശൈഖേ. ഏതാ ഈ ശൈഖ്? മുഹീദ്ദീൻ ശൈഖാണ്, ബഗ്ദാദിലുള്ള മുഹീദ്ദീൻ ശൈഖാണ്. ഇവിടത്തെ ആകാശവും ഭൂമിയും മഴയും സമുദ്രവും പുഴകളും തോടുകളും, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒഴുകുന്ന അരുവി, ചെറിയ ചാലുകളടക്കം അത് നിയന്ത്രിക്കുന്നത് അത് മുഹീദ്ദീൻ ശൈഖ് തങ്ങളാണ് എന്ന് ആവർത്തിച്ച് മാലകളിലൂടെ കാണാം. എന്നാൽ ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വഹുവല്ലദീ യുനസ്സിലുൽ ഗൈസ്, തീർച്ചയായും അല്ലാഹു തന്നെയാണ്, പടച്ചറപ്പ് തന്നെയാണ് വാനലോകത്ത് നിന്ന് മഴയെന്ന് പറയുന്ന അനുഗ്രഹം നിങ്ങൾക്ക് ഇറക്കി നൽകുന്നതെന്ന് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പൊ പരിശുദ്ധ ഖുർആനിനെതിരായി ഇത്തരം മാലകൾ, മൗലീദുകൾ ഈ രൂപത്തിൽ ഗദ്യങ്ങളിൽ, പദ്യങ്ങളിൽ ഈ രൂപത്തിലുള്ള പരാമർശങ്ങൾ നമ്മൾ കാണുകയും അതുപോലെ തന്നെ ഈ രൂപത്തിൽ ഈ വിഷയത്തെ നമ്മൾ മനസ്സിലാക്കുകയും ചെയ്യാൻ. മക്കയിലെ മുശ്രിക്കുകൾ, അബൂജഹൽ ഹാജിയരായിരുന്നു. നമ്മുടെ കൂട്ടത്തിൽ പല ഹാജിയന്മാരുണ്ടാവും. അബൂജഹൽ ഒരു ഹാജിയരായിരുന്നു, അബൂലഹബ് ഹാജിയരായിരുന്നു, ഹജ്ജ് ചെയ്ത ആളുകളായിരുന്നു, അവർ കഅബയെ പ്രദക്ഷിണം ചെയ്ത ആളുകളായിരുന്നു. എന്നിട്ടും അവരെന്തുകൊണ്ട് മുശ്രിക്കായി എന്ന വിഷയം നാം പഠിക്കുമ്പോഴാണ് നമ്മുടെ നാട്ടിൽ ഈ രൂപത്തിൽ അമ്പിയാക്കന്മാർ, ഔലിയാക്കന്മാരെ, സ്വാലിഹീങ്ങളെ വിളിക്കുന്ന ആളുകൾക്ക് ഏത് വിഷയത്തിലാണ് പിഴവ് സംഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാവുക. ഇതിനേക്കാളും വലിയ അത്ഭുതം, ഇതേ രൂപത്തിൽ അഥവാ ഒരു മുസൽമാൻ ഓരോ ദിവസവും നമസ്കാരം നിർവഹിക്കുന്ന സമയത്ത് നിർബന്ധമായി ഉമ്മുൽ കിതാബ്, ഖുർആനിന്റെ ഉമ്മ, മാതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സൂറത്തുൽ ഫാത്തിഹ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ, ഇയ്യാക നഅബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ നല്ല ആൾക്കാരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ എന്നാണ് ഇതിന്റെ ചുരുക്കിയ ആശയം.
ഇത് അഥവാ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ച ഈ വിഷയം ഇത് മൊഹീദ്ദീൻ ശൈഖിനോട് ചേർത്താടാൻ പറ്റുമോ എന്നൊരു ചോദ്യം ഒരു സംവാദത്തിൽ ചില ആളുകൾ ചോദിച്ചു. ആ സമയത്ത് ഒരു മുസ്ലിയാരുടെ മറുപടി നിങ്ങൾ കേട്ടു നോക്കൂ. اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين آمين. ദീനുൽ ഇസ്ലാമിന്റെ മാർഗ്ഗത്തിലേക്ക് വഴി ചേർത്തണേ എന്ന് മുഹയ്യിദ്ദീൻ ശൈഖിനോട് പറഞ്ഞാൽ അത് ശിർക്കാകുമോ? അത് ഒരു മുസ്ലിം മുഹയ്യിദ്ദീൻ ശൈഖ് ഖാലിഖല്ല, ഒരു മുഹയ്യിദ്ദീൻ ശൈഖ് മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു മുസ്ലിം അങ്ങനെ പറഞ്ഞാൽ ശിർക്കല്ല. അത് തന്നെ അതിന്റെ വിധി, അത് ശിർക്കല്ല. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് അല്ലാഹുവോട് ചോദിക്കേണ്ടത് മൊഹീദ്ദീൻ ശൈഖിനോട് ചോദിച്ചാലും ശിർക്കല്ല, അനുവദനീയമാണ്. ഈ കൂട്ടത്തിൽ ഈ രൂപത്തിൽ പറയാൻ ഒരു മുസ്ലിയാരുടെ നാവ് പൊങ്ങുന്നുവെങ്കിൽ നന്ദി ദാറുസലാം പഠിച്ചൊരു ദാരിമിയാണ്, അബൂബക്കർ ദാരിമിയാണ്. ഇന്ന് 100ാം വാർഷികം ആഘോഷിക്കുന്ന ആളുകളുടെ ആദർശ രംഗത്തെ യുവപുരുഷൻ എന്ന് പറഞ്ഞുകൊണ്ട് പരിചയപ്പെടുത്തുന്ന ആളാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് തങ്ങളോട് അത് ചോദിച്ചാലും അള്ളാഹിനോട് ചോദിക്കുന്നത് ഒരു പ്രശ്നവുമില്ല, ചോദിക്കാം എന്നാ പഠിപ്പിക്കുന്നത്. ഇവിടെയാണ് മക്കാ മുശ്രിക്കുകൾ അള്ളാഹുവിന് വിശ്വാസം ഉണ്ടായിരുന്നു. അവർ അള്ളാഹുവാണ് ദൈവം എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളായിരുന്നു. ഈ ആകാശഭൂമികളെയെല്ലാം നിയന്ത്രിക്കുന്നത് ആരാണ് എന്ന് മക്കയിൽ അബൂജഹലിനോടും ഉത്ബയോടും ശൈബയോടും എല്ലാം ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണ് മക്കാ മുശ്രിക്കുകൾ പറയും. അവർ ഹജ്ജ് ചെയ്ത ആളുകളായിരുന്നു, മടവയിപ്പിക്കുന്നത് അള്ളാഹുവാണ് എന്ന് വിശ്വസിച്ചവരായിരുന്നു അവർ. പിന്നെ അവരെന്തുകൊണ്ട് മുശ്രിക്കായി? അള്ളാഹിനോട് ചോദിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായിരിക്കെ തന്നെ അവരിടയാളന്മാരാക്കി ലാത്തയെ ഉസ്സയെ മനാത്തയെ ലാത്തയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ കൈസിലാക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിച്ചത് കൊണ്ടാണ് അബൂജഹൽ മുശ്രിക്കായത്. സ്വയം പര്യാപ്തമെന്ന വിശ്വാസമില്ലാതെ തേടിയാൽ ശിർക്കല്ല എങ്കിൽ അബൂജഹലിനെ മുശ്രിക്ക് നമുക്ക് വിളിക്കാൻ പറ്റൂല, ഉത്ബയെയും ശൈബയെയും മുശ്രിക്ക് എന്ന് പറയാൻ പറ്റൂല. അവരൊക്കെ വേറെ പേരിട്ട് വിളിക്കേണ്ടതാണ്. അവർ മുശ്രിക്കാവാനുണ്ടായ കാരണം എന്താണോ അതേ കാരണമാണ് ഇന്ന് സമൂഹത്തിൽ ആദർശമായി ഇവിടെ സമസ്ത പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല മക്കാ മുശ്രിക്കുകളോട് നിങ്ങൾ എന്തിനാണ് ലാത്തയെയും ഉസ്സയെയും എല്ലാം അടയാളന്മാരാക്കി തേടുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ മറുപടി ഞങ്ങൾ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ് ഇവർ അടയാളന്മാരാക്കുന്നതെന്നാണ്. ഇതേ വാദം പോലും നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ പറഞ്ഞു. അമ്പലക്കടവിലുണ്ട് ഒരു ഫൈസി, അദ്ദേഹം പ്രാർത്ഥനയെ പരിചയപ്പെടുത്തുന്നത് ഒരു കുട്ടിയുടെ മുസ്ലിം കുട്ടിയുടെ നിഷ്കളങ്കായ ചോദ്യം, അള്ളാഹിനോട് നമുക്ക് നേരിട്ട് പ്രാർത്ഥിച്ചാൽ പോലെ എന്തിനാണ് നമ്മൾ ഈ മുഹയ്യിദ്ദീൻ ശൈഖിനെയും റിഫായി ശൈഖിനെയും അമ്പർത്തങ്ങളെയും ഇമാമും മച്ചനൊക്കെ നമ്മൾ എന്തിനാണ് അടയാളന്മാരാക്കി തേടുന്നതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹത്തിന്റെ താരതമ്യം നമുക്കൊന്ന് കേൾക്കാം. അപ്പോ ഈ ഇസ്തിഗാസ എന്ന് പറഞ്ഞ കാര്യം ശറയിൽ അനുവദിക്കപ്പെട്ട കാര്യമാണ്. ചെയ്താൽ പ്രത്യേകിച്ച് പുണ്യമില്ല, ചെയ്തില്ലെങ്കിൽ പ്രത്യേക ദോഷമില്ല. അപ്പൊ ഒരു വെറും പ്രവർത്തനല്ലേ എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. വെറും പ്രവർത്തനമല്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നാം വിഷയാവതരണത്തിൽ പ്രത്യേകം പറഞ്ഞത് ഇസ്തിഗാസ ശറയിൽ അനുവദിക്കപ്പെട്ടതും വളരെ ഫലപ്രദവുമായ ഒരു കാര്യമാണ്. ശറയിൽ അനുവദിക്കപ്പെട്ട കുറെ കാര്യങ്ങൾ ചെയ്താൽ ദോഷമല്ല ഗുണമല്ല എന്ന് വരില്ല. അനുവദിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്താൽ വളരെയേറെ നമ്മുടെ ജീവിതത്തിൽ ഫലപ്രദമായിരിക്കും. ഉദാഹരണം, ഏറ്റവും നല്ല ഒരു ബെൻസ് കാറിൽ നമുക്ക് യാത്ര ചെയ്യൽ ഇസ്ലാമിന്റെ വിധി എന്താണ്? അനുവദനീയാണ്. ആ സമയം ലോക്കൽ KSRTC ബസ്സിൽ യാത്ര ചെയ്യലോ അതും അനുവദനീയാണ്. എന്നാൽ ഒന്ന് വളരെയേറെ ഫലപ്രദമാണ്, ഒന്ന് ആപേക്ഷികമായി വളരെ ഫലം കുറഞ്ഞതാണ്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ സഹായം തരുന്ന വിഷയം. അള്ളാഹിനോട് നേരിട്ട് ചോദിച്ചാൽ നമ്മളെ കട്ടപ്പുറത്ത് ഇങ്ങനെ ആവിട്ട് പോണ KSRTC പോലെയാണ്. ചിലപ്പോ അവിടെ എത്താം, അല്ലെങ്കിൽ വൈക്ക് അവിടെ നിന്ന് പോവാം. പക്ഷേ മുഹയ്യിദ്ദീൻ ശൈഖിന്റെ ഹക്ക് കൊണ്ട് ജാഹ് കൊണ്ട് ബർക്കത്ത് കൊണ്ട്, മുനമ്പത്ത ബീബിയുടെ ഹക്ക് കൊണ്ട് ജാഹ് കൊണ്ട് ബർക്കത്ത് കൊണ്ട്, അമ്പിയാക്കന്മാരുടെ ഹക്ക് കൊണ്ട് ജാഹ് കൊണ്ട് ബർക്കത്ത് കൊണ്ട് ഇങ്ങനെ തേടിയാൽ, ഈ ഇടയിൽ പ്രാർത്ഥനയുടെ ഇടയിൽ പൂൾ വെച്ച് തേടിയാൽ അത് ബെൻസ് കാർ പോലെയാണ്. പെട്ടെന്ന് അവിടെ എത്തും. ബെൻസ് കാർ പോലെയാണ്. അള്ളാഹുവിനോട് തേടുന്നത് KSRTC പോലെയും, ഇടയാളന്മാരെ വെച്ച് തേടിയാൽ അത് ഏറ്റവും നല്ല ബെൻസ് കാറ് പോലെയുമാണെന്ന് ഒരു മുസ്ലിയാർ പ്രസംഗിക്കുന്ന ഒരു സംഘടന 100ാം വാർഷികം ആഘോഷിക്കുക.